വിജിലൻസ് കേസിൽ പ്രതിയായ ജയിൽ ഡിഐജി MK വിനോദ് കുമാറിന്റെ സസ്പെൻഷൻ വൈകുന്നു. ഗുരുതര കണ്ടെത്തലുള്ള വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ ആഭ്യന്തര വകുപ്പ് ഇതുവരെ തുടർ നടപടി എടുത്തിട്ടില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി, അണ്ണൻ സിജിത്ത് എന്നിവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും MK വിനോദ് കുമാർ കൈക്കൂലി വാങ്ങിയെന്ന് വിജിലൻസ് കണ്ടെത്തി. ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയ DIG MK വിനോദ് കുമാറിനെ സംരക്ഷിക്കുന്ന ആക്ഷേപം ശക്തം. എന്നാൽ സസ്പെൻഷൻ നടപടിയിൽ ഇതുവരെ തീരുമാനമില്ല. ജയിലാസ്ഥാനത്തെ DIG-യായി ഇയാൾ തുടരുന്നത് അന്വേഷണത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന വിജിലൻസ് ഡയറക്ടറുടെ ശുപാർശ 2 ദിവസം മുൻപ് വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച ഫയൽ ശുപാർശ സഹിതം ചീഫ് സെക്രട്ടറിക്ക് കൈമാറി. തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അനുമതിക്കായി ഇന്നലെ കൈമാറിയത്. എന്നാൽ ഇതുവരെയും തീരുമാനമെടുത്തില്ല. അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുൻപ് പലതവണ ഉന്നത ഉദ്യോഗസ്ഥർ ജയിൽ മേധാവിക്ക് അയച്ച കത്തുകളും റിപ്പോർട്ടുകളും MK വിനോദ് കുമാർ അട്ടിമറിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കെ നടപ്പാക്കിയ ഔഷധ സസ്യകൃഷി പദ്ധതിയിലെ സാമ്പത്തിക ക്രമക്കേട്, അധികാരപരിധി വിട്ട് നടത്തിയ ഔദ്യോഗിക യാത്ര എന്നിവയിലായിരുന്നു വിനോദ് കുമാറിനെതിരെയുള്ള റിപ്പോർട്ടുകൾ. അഴിമതിക്ക് പിടിക്കപ്പെട്ടയാൾക്ക് 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ DIG-യായി സ്ഥാനക്കയറ്റം നൽകിയതോടെ വിനോദ് കുമാറിന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന സംരക്ഷണം വ്യക്തമായിരുന്നു. ഇതിനു പിന്നാലെ വിജിലൻസ് റിപ്പോർട്ടിലും നടപടിയെടുക്കാതെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന വിമർശനവും ഉയരുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.